ഹായ്, ഞാൻ നിതിഷ ചന്ദ്രു. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഒരു റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ്. എന്നെ അറിയുന്നവർക്കറിയാം, ഒരു 3 ഇയേഴ്സിന് മുകളിലായിട്ട് ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ ഫോളോ ചെയ്യുന്ന, വിത്ത് ഫാമിലി ഫോളോ ചെയ്യുന്ന ആളാണ് ഞാൻ. അതുപോലെ തന്നെ പ്രൊമോട്ടും ചെയ്യാറുണ്ട്. അതായത് വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ, വെയിറ്റ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസിയുമായിട്ട് ബന്ധപ്പെട്ട കൊഴുപ്പധികമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ടൊക്കെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറുണ്ട്, ഡെഫിഷ്യൻസീസ് നികത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ 3 വർഷം മുന്നേ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം, എൻ്റെ ഫാമിലിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം, എൻ്റെ ക്ലോസ് സർക്കിളിന് റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് അത് പബ്ലിക്കായിട്ട് വന്നിട്ട് ഷെയർ ചെയ്തതും റിസൾട്ട് ഷെയർ ചെയ്തതും. അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇന്നർ ന്യൂട്രീഷൻ മാത്രമല്ല, ഔട്ടർ ന്യൂട്രീഷൻ ലോഞ്ചായിട്ട് 3 മന്ത്സിന് മുകളിലായി. അപ്പോൾ ആ 3 മന്ത്സ് എന്തുകൊണ്ട് ഷെയർ ചെയ്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ആയി കഴിഞ്ഞാലും പേഴ്സണലായിട്ട് യൂസ് ചെയ്തിട്ട് വേണം, അതിൻ്റെ യൂസ് മനസ്സിലാക്കിയിട്ട് വേണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ എന്നുള്ളൊരു നിർബന്ധം നമ്മുടെ കമ്പനിക്കും എനിക്കും പേഴ്സണലായിട്ടുണ്ട്. ആ ഒരു എത്തിക്സ് ഫോളോ ചെയ്യുന്നവരാണ് നമ്മൾ ടീമിലുള്ള ഓരോരുത്തരും. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് 3 മന്ത്സ് ഞാൻ യൂസ് ചെയ്തപ്പോൾ, ഔട്ടർ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്കിപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ക്ലെൻസർ, ടോണർ, സിറം ആൻഡ് മോയ്സ്ചറൈസർ. ഇത് 4 പ്രോഡക്റ്റും യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ പേഴ്സണൽ ഗുഡ് റിസൾട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. സ്കിൻ കെയർ റുട്ടീനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡുള്ളവർക്ക് എന്താ പറയുക, വെളുത്ത് പാറാന്ന് പറയുന്ന അങ്ങനത്തെ ക്രീംസോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല. അതിലൊന്നും വിശ്വസിക്കുന്ന ആളേ അല്ല. കാരണം നമ്മളുടെ സ്കിൻ എന്താണോ അത് അങ്ങനെ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ട സ്കിൻ കെയർ, അതാണ് ഉദ്ദേശിക്കുന്നത്. കാരണം 2018 വരെ ഇതിനെപ്പറ്റിയൊന്നും ഒരു അവയർനെസ്സും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മാത്രമാണല്ലോ അതിൻ്റെ പിറകെ പോകുക. അതുപോലെ 2018 എനിക്ക് പിഗ്മെൻറ്റേഷൻ, മെലാസ്മ അങ്ങനെയുള്ള പേരുകളൊക്കെ വെച്ച് വിളിക്കുന്ന സ്കിൻ ഇഷ്യൂസ് വന്നതിന് ശേഷമാണ് സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതും ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്യണമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്നുള്ളതും, പിന്നെ ഇച്ചിരി ബ്രൈറ്റർ സ്കിന്നുള്ളവർക്ക് കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും എന്നുള്ളതൊക്കെ അറിയുന്നത്. അതിനുശേഷം സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ക്രീംസും കാര്യങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നു. അവർ പറയുന്നത് 100% ഫോളോ ചെയ്തിട്ടൊന്നുമല്ല, എങ്കിൽ പോലും ഒരു 80% ഒക്കെ ഫോളോ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ തരുന്ന ആ ഓയിൽമെൻറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി റിസൾട്ട് ഉണ്ട്. പക്ഷേ ആ റിസൾട്ട് വൺ ഡേ നമ്മളത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾക്കത് പെർസിസ്റ്റ് ചെയ്യില്ല, നമുക്ക് കിട്ടിയ റിസൾട്ട് അവിടെ തന്നെ ഉണ്ടാവില്ല. അപ്പോഴൊന്നും നമുക്ക് വലിയ ഒരു അവയർനെസ് ഇതിനെ പറ്റിയിട്ട് ഇല്ല. ഇന്നർ ന്യൂട്രീഷനെ പറ്റിയും ഇല്ല, ഔട്ടർ ന്യൂട്രീഷനെ പറ്റിയിട്ടും ഇല്ല. അപ്പോൾ അവർ പറയുന്ന ക്രീംസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രം കിട്ടിയ റിസൾട്ട് നിലനിൽക്കാതെ മാത്രമല്ലായിരുന്നു പ്രശ്നം, പിന്നെ അതിൻ്റെ ഒരു സൈഡ് എഫക്ട്സ്. കാരണം ഇങ്ങനെ ഒരു ദിവസം യൂസ് ചെയ്യുമ്പോൾ തന്നെ മുഖത്തുള്ള മാർക്സും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഡെഫിനറ്റ്ലി അത് അത്രയും ഹാർഡായിട്ടുള്ള കെമിക്കൽസ് ആയിരിക്കും അതിനുള്ളിലുള്ളതെന്ന് പോലും ചിന്തിച്ചില്ല. കാരണം എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് എൻ്റെ മൂക്കിൻ്റെ മേലെ വന്നിരിക്കുന്ന, അല്ലെങ്കിൽ സൈഡിൽ പാച്ചസ് ആയിട്ട്, ബ്ലാക്ക് പാച്ചസ് ആയിട്ട് വന്നിരിക്കുന്നത് പോകുക എന്ന് മാത്രമായിരുന്നു കൺസേൺ. പക്ഷേ അതിനുശേഷം ഓപ്പൺ പോസ് ആയി, റെഡിഷ്നെസ് ആയി, ഭയങ്കര ബ്ലാക്ക് മാർക്കായി, നമ്മുടെ ഹെയറിൻ്റെയൊക്കെ കളറ് ഫേസിൽ വന്ന അവസ്ഥ. അപ്പോൾ കോവിഡ് സമയത്തൊക്കെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ മാസ്ക് ഒരു അനുഗ്രഹമായിട്ട് കൊണ്ടു നടന്ന ആളാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ള ഒരു ഡിസ്കംഫേർട്ടിലൂടെയായിരുന്നു ഒരാളെ ഫേസ് ചെയ്തിട്ട് നോർമലായിട്ട്, ഒരു മേക്കപ്പും ഇല്ലാതെ നോർമലായിട്ട് മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ പോലും, പുറത്തുള്ള ഒരാളായിട്ട് സംസാരിക്കാൻ പോലും ഒരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്ത വർഷങ്ങൾ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് അറിയാം, സ്കിന്നിൻ്റെ റിലേറ്റഡ് ഇഷ്യൂസുമായിട്ട് മുന്നോട്ട് പോയവർക്ക് ഡെഫിനറ്റ്ലി അറിയാം, ഭയങ്കര ക്യാഷുമാണ്. നമ്മളിപ്പോൾ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുമ്പോൾ പിന്നെ അതിൻ്റെ ക്രീംസിനും കാര്യത്തിനും ഒക്കെ ഭയങ്കര ക്യാഷാണ്. മന്ത്ലി നമ്മൾ തൗസൻഡ്സ് അല്ല അതിനപ്പുറത്തേക്ക് പോകുന്ന തരത്തിൽ അത്രയും നല്ല ക്യാഷൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ, ബ്യൂട്ടി എന്നല്ല, നമ്മൾ ആ ഒരു ലുക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നല്ല, നമ്മളുടെ ഒരു കംഫേർട്ടാണ് പോയിരിക്കുന്നത്, ആ കംഫേർട്ട് സോണിലേക്ക് തിരിച്ചു വരിക എന്നുള്ള രീതിയിൽ. പക്ഷെ അത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ആവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ പാച്ചസ് പോകാൻ വേണ്ടിയിട്ടോ ഒരു ക്രീമും ഒന്നും എക്സ്ട്രാ യൂസ് ചെയ്യാത്ത ലാസ്റ്റ് 3 മന്ത്സ് ആയിരുന്നു എനിക്കുള്ളത്. കാരണം എനിക്ക് ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് 100% വിശ്വാസമാണ്. കാരണം നമ്മൾക്ക് പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങൾ മുഴുവനും അനുഭവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അതായത് ഹോസ്പിറ്റൽ വിസിറ്റ് ഇല്ല, വേറെ ബുദ്ധിമുട്ടുകളില്ല, അസുഖങ്ങളില്ല. എന്തെങ്കിലും ഒരു തണുപ്പ് പിടിച്ചിട്ടോ എന്തെങ്കിലും ഒരു പനിയോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഒരു മെഡിസിൻ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരാത്ത വർഷങ്ങളാണിപ്പോൾ കടന്നു പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു 100% വിശ്വാസമാണ് ഡെയിലി യൂസ് ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് എനിക്കും ഫാമിലിക്കും ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ ഒരു പ്രൊഡക്ട്സ് വരിക എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി നമ്മളത് 100% വിശ്വസിച്ചു സ്റ്റാർട്ട് ചെയ്തു. റുട്ടീൻ എന്ന് പറയുന്നത് ഒന്നുമല്ല, നമ്മളിപ്പോൾ
അതിൻ്റെ ഓരോരോ പ്രൊഡക്ട്സിൻ്റെ ഉപയോഗങ്ങൾ, ഗുണങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പക്ഷേ ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത്, എങ്ങനെ സ്കിൻ കെയർ റുട്ടീൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം നമ്മളിപ്പോൾ ബ്രഷ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്നത് പോലെ തന്നെയുള്ള ഒരു റുട്ടീനെ പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരു ദിവസം യൂസ് ചെയ്യുക, 2 ദിവസം യൂസ് ചെയ്യാതിരിക്കുക, അങ്ങനെയല്ല. നമ്മൾക്ക് എത്ര കാലം നമ്മുടെ സ്കിന്ന് ഇതുമാതിരി ഇരിക്കണമോ അത്രയും കാലം നമ്മൾ സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്തേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് ആ റിസൾട്ട് കിട്ടില്ല, നമ്മൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഏത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമല്ലേ ആ വാങ്ങിയതുപോലെ അല്ലെങ്കിൽ ആ ഒരു ഫ്രഷ് നമുക്കായിട്ട് ആ ഒരു രീതിയിൽ നിലനിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഫേസ് വാഷ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാവുമല്ലോ, മുഖം കഴുകുക എന്നുള്ളത്. ഇപ്പം ഇത് സ്റ്റാർട്ടിങ് ചെയ്യുന്നത് ക്ലെൻസറിലൂടെയാണ്. പിന്നെ ഇതിപ്പോൾ എൻ്റെ എല്ലാ പ്രൊഡക്ട്സും, ഞാൻ ഈ വാങ്ങിച്ച 4 പ്രൊഡക്ട്സും 2 ബോട്ടിൽ കംപ്ലീറ്റ് യൂസ് ചെയ്തതുണ്ട്, 3 ബോട്ടിൽ കംപ്ലീറ്റ് യൂസ് ചെയ്തതുണ്ട്, 2.5 ബോട്ടിൽ അങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ ഇത് കാലിയാണ്, ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വന്നതാണ്. ഇതാണ് ക്ലെൻസർ. രാവിലെ എഴുന്നേൽക്കുന്നു, മുഖം വെള്ളം കൊണ്ട് കഴുകുന്നു, അതിനുശേഷം ജസ്റ്റ് 1 പമ്പ്, അത്ര മാത്രമേ ആവശ്യമുള്ളൂ. ജസ്റ്റ് 1 പമ്പ്, നനഞ്ഞിരിക്കുന്ന കൈയായിരിക്കുമല്ലോ, അപ്പം ജസ്റ്റ് ഒന്ന് പതിച്ചതിന് ശേഷം ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നു. ഫേസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന ടവൽ, അതായത് കർച്ചീഫ് ആണെങ്കിലും ടവലാണെങ്കിലും തീർച്ചയായിട്ടും മുഖത്തിന് മാത്രം സ്പെഷ്യലായിട്ട് ഒരു ടവൽ ഉണ്ടായിരിക്കണം. കാരണം ഇതൊക്കെ അറിയായിരുന്നിട്ട് കൂടി ഫോളോ ചെയ്ത ആളെ ആയിരുന്നില്ല ഞാൻ, അതിൻ്റെ എല്ലാ ബാഡ് ഇമ്പാക്റ്റും അനുഭവിച്ച ആളും കൂടിയാണ്. സോ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് വെക്കുന്നു, മുഖം ഒപ്പിയെടുക്കുന്നു, തുടക്കുന്നു. അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ടോണറാണ്. ടോണർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് കയ്യിലേക്ക് എടുത്തിട്ട് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാലും മുഴുവനായിട്ടൊരു മോയ്സ്ചറൈസ് രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് ടോണർ എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു 30 to 40 സെക്കൻഡിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ ഗെയിം ചേഞ്ചർ എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് 4 പ്രൊഡക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതാണ്. കാരണം ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ലിപ്പിലുള്ള പിഗ്മെൻറ്റ്സ് പോലും, പിഗ്മെൻറ്റേഷൻ്റെ പ്രശ്നം പോലും മാറ്റിയൊരു സംഭവമാണിത്. ഓക്കെ, സോ ഇത് 30 to 40 സെക്കൻഡിന് ശേഷം നമ്മൾ 2 ഡ്രോപ്പ് ഇവിടെ, 2 ഡ്രോപ്പ് ഇവിടെ, 1 ഡ്രോപ്പ് ഇവിടെ, അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു 3 to 5 ഡ്രോപ്സ് ഫേസിൽ നന്നായിട്ട് ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ട് കവർ ചെയ്യുന്നു. അത് നല്ല രീതിയിൽ ഒരു ഷൈനിങ് തരുകയും ചെയ്യും. അത് നമുക്ക് മുഖത്തിലും മതിയാകും, കഴുത്തിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഇത് യൂസ് ചെയ്തതിന് ശേഷം അഗെയിൻ 30 to 40 സെക്കൻഡ്സ് ഗ്യാപ്പ് എടുക്കുക. ഒന്ന് ജസ്റ്റ് നമ്മുടെ മുഖത്തിന് പിടിച്ചതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസിലും കാര്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടാകാം. നമ്മുടെ ഫിംഗേഴ്സ്, ഇതിനൊക്കെ യൂസ് ചെയ്യേണ്ടത് ഫിംഗേഴ്സാണ്. ഫിംഗേഴ്സിൻ്റെ ഒരു രണ്ട് ഫിംഗേഴ്സിൻ്റെ പകുതിയോളം നമ്മൾ ഇതെടുക്കുന്നു. അതിനുശേഷം എഗെയിൻ ജസ്റ്റ് ഫിംഗേഴ്സ് ഉപയോഗിച്ചിട്ട്, കാരണം ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തന്നെ മോയ്സ്ചറൈസർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കയ്യിൽ തന്നെ അത് ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട്. സോ ഒരിക്കലും കയ്യിൽ മുഴുവൻ ഇട്ടിട്ട് ഇങ്ങനെയുള്ള പരിപാടി ചെയ്യരുത്. ജസ്റ്റ് ഒരു 2 ഫിംഗേഴ്സിലാക്കിയിട്ട് ടാപ്പ് ചെയ്യുന്നു, അതിന് ശേഷം മുഖത്ത് മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നു. നല്ല ഷൈനിങ് ആയിരിക്കും. ഒരു ദിവസം 2 ദിവസം യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ പാട് മാറിയില്ല, എൻ്റെ മുഖക്കുരു മാറിയില്ല, അങ്ങനെയുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു 1 to 1.5 month നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തുള്ള എന്താ പറയുക മാർക്സ്, ബ്ലാക്ക് മാർക്സ് ആണെങ്കിലും ഓൾറെഡി ഇല്ലാതിരുന്ന ഒരു സംഭവം വരുമല്ലോ, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, മൂക്കിൻ്റെ സൈഡിലുള്ളത്, അങ്ങനെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഇതുപോലെ എന്നെ പോലെ പിഗ്മെൻറ്റേഷൻ വന്നതിൻ്റെ മാർക്ക് നിൽക്കുന്ന ആൾക്കാർ, അതൊക്കെ ഡെഫിനറ്റ്ലി ഷെയ്ഡാവും, നല്ല രീതിയിൽ ഇപ്പോഴും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. എൻ്റെ മുഖത്ത് ഇപ്പോഴും ലൈറ്റായിട്ട് കാണാം, പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല. നേരിട്ട് എന്നെ കണ്ടവർക്കറിയാം നല്ല രീതിയിൽ പാച്ചസ് ഉണ്ടായിരുന്നു, വിസിബിളായി. കാരണം പറഞ്ഞല്ലോ, ഒരു ബ്രൈറ്റർ സ്കിൻ എന്നുള്ള നിലക്ക് ഏറ്റവും ബുദ്ധിമുട്ടിച്ചൊരു കാര്യമായിരുന്നു. ചെറിയൊരു പ്രശ്നം പോലും പെട്ടെന്ന് അത് ഭയങ്കര എടുത്ത് കാണിക്കുന്ന വിസിബിൾ ആവുന്ന തരത്തിലായിരിക്കും. അപ്പോൾ ഈ 4 പ്രൊഡക്ട്സാണ് ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റിസൾട്ട് എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയ റിസൾട്ടാണ്. വേറെ ഒരു സ്കിൻ പ്രൊഡക്ട്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ആൻഡ് ഇതിലിപ്പോൾ സ്കിൻ ഇതുപോലെ പറഞ്ഞല്ലോ, സ്കിൻ കെയർ ആയിട്ട് റുട്ടീനായിട്ട് കൊണ്ടുപോകണം എന്നുള്ളവർക്ക് ഒരു കെമിക്കലും ഇല്ലാത്ത എല്ലാതരം സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സാണ്. ആൻഡ് നമ്മൾ എന്താ പറയുക, ഏത് സ്കിൻ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്തും ഡ്രൈ സ്കിന്നിന് ഇത്, അല്ലെങ്കിൽ ഓയിലി സ്കിന്നിന് ഇത്, അങ്ങനെയല്ല. എല്ലാവർക്കും ഒരേപോലെ എന്താ പറയുക, ജെൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ലേഡീസിനാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. സോ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം.
യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരുവാണെങ്കിൽ, വാങ്ങുന്ന കാര്യത്തിൽ ഡൗട്ട്സോ കാര്യങ്ങളോ വരുവാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഡയറക്റ്റ്ലി ഫ്രം കമ്പനി ടു യുവർ ഹോം റീച്ച് ഒരു 3 to 5 ഡേയ്സിൽ എത്തുന്നതായിരിക്കും. പിന്നെ വളരെ വ്യക്തമായിട്ട് പറയാം, യൂസ് ചെയ്ത് കൺസിസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുക. 1 മന്തെങ്കിലും യൂസ് ചെയ്തതിന് ശേഷം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഉണ്ടാകും. നമ്മളുടെ ശരീരത്തിന് ഉള്ളിൽ വേറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര അമിതവണ്ണമാണ്, PCOD പോലെയുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓൾറെഡി സ്കിൻ ഇഷ്യൂസ് വേറെ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവർക്ക് ഡെഫിനറ്റ്ലി വളരെ ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടും. പിന്നെ ഇന്നർ ന്യൂട്രീഷനൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ഫാസ്റ്റ് റിസൾട്ടായിരിക്കും എടുക്കുക. കാരണം ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ പറയുന്നത് സ്കിൻ കെയർ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഇതുപോലെ തന്നെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ്. കാരണം പേഴ്സണലായിട്ടാണെങ്കിലും പബ്ലിക്കായിട്ടാണെങ്കിലും കേൾക്കാറുണ്ട്, ഇനിയിപ്പോൾ സ്കിന്നെ ഇപ്പോൾ കെയർ ചെയ്തിട്ടാണല്ലോ, ഇത്രയും ഏജ് ആയില്ലേ, ഉള്ളത് മതി, ഞാൻ പൗഡർ പോലും ഇടാറില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ മുൻകൂട്ടി പറയാണ്, സ്കിൻ കെയർ റുട്ടീൻ ആഗ്രഹിക്കുന്നവർക്ക്, നമ്മൾക്ക് ഇപ്പോഴുള്ള സ്കിന്ന് അല്ലെങ്കിൽ പാടായിപ്പോയ മോശമായിപ്പോയ സ്കിന്ന്, ഓപ്പൺ പോസൊക്കെ ആയിപ്പോയ സ്കിന്നിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി നിങ്ങൾക്കത് യൂസ് ചെയ്യാം. 100% റിസൾട്ട് ഉറപ്പാണ്. അല്ല എങ്കിൽ കുഴപ്പമില്ല, അവരൊരു ഏത് രീതിയിലാണ്. പക്ഷേ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ലൊരു വേർത്താണിത്. കാരണം നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് അതിൻ്റെ റിസൾട്ട് നമ്മൾക്ക് കിട്ടുക എന്ന് പറയുന്ന പ്രൊഡക്ട്സ് നമ്മൾക്ക് എന്താ പറയുക 100% അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന ഉള്ള ഒരു പ്രൊഡക്റ്റ്സ് ഒന്നും നമ്മൾക്കിപ്പോൾ വിപണിയിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴിത് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് അൻറ്റിൽ ദെൻ അതിൻ്റെ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ, എങ്ങനെ യൂസസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അതിനെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്നുള്ളത് ഓരോരോ പ്രൊഡക്റ്റിൻ്റെ, അതായത് ക്ലെൻസർ, സിറം, അങ്ങനെ ഓരോന്നിൻ്റെതും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ആൻഡ് അൻറ്റിൽ ദെൻ ബൈ, താങ്ക് യു.